അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ കൂടി പരിശുദ്ധ ശഅബാൻ മാസത്തിൽ നമ്മൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ശഅബാൻ മാസത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ശ്രേഷ്ഠതകളും പുണ്യങ്ങളും മഹത്വങ്ങളും ഉള്ള ഒരു മാസങ്ങളും ദിനങ്ങളുമാണ് പരിശുദ്ധ ശഅബാൻ മാസത്തിൽ നമുക്ക് അല്ലാഹു കനിഞ്ഞരുളി തന്നിരിക്കുന്നത്. ശഅബാൻ മാസത്തിലെ ബറാഅത്ത് രാവ് അഥവാ ശഅബാൻ 15 പ്രത്യേകമായ പുണ്യങ്ങൾ, ഇബാദത്തുകളാൽ അല്ലാഹുവിലേക്ക് അടുക്കാനും കുറഞ്ഞ അമലുകൾ കൊണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു ദിവസവുമാണെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പുണ്യങ്ങളും മഹത്വങ്ങളും ബറാഅത്തിൻ്റെ ദിവസത്തിൽ ഉണ്ടെങ്കിലും, ബറാഅത്തിൻ്റെ രാവുണ്ടെങ്കിലും നമുക്കറിയാം, പ്രത്യേകമായിട്ട് ബറാഅത്തിന്റെ ദിവസത്തിൽ നമ്മൾ 3 യാസീൻ ഓതുക എന്നുള്ളതാണ്. പ്രത്യേകമായിട്ട് ഒരു 3 യാസീൻ നമുക്ക് ഓതണം. എന്തിനാണ്? നമുക്കറിയാം, നമ്മുടെ ഒരു വർഷത്തെ അമലുകൾ മുഴുവനും, അതായത് നമ്മുടെ കണക്കുകൾ മുഴുവനും ആകാശത്തേക്ക് ഉയർത്തുന്ന ഒരു ദിവസമാണ് ബറാഅത്തിന്റെ രാവ് എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈലത്തുൽ മുബാറക, ഏറ്റവും, അതായത് ഒരു വർഷത്തിലെ മാസങ്ങളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട ദിവസം അത് ബറാഅത്തിന്റെ ദിവസമാണെന്നും ലൈലത്തുൽ ഖദ്റിന്റെ ദിവസമാണെന്നും മുസ്തഫായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ ദിവസമാണെന്നും ഒക്കെ പിന്നെ അഭിപ്രായങ്ങളുണ്ട്. ഏതോ ഇരിക്കട്ടെ, നമ്മൾ ഈ ബറാഅത്തിന്റെ രാവിൽ നമുക്ക് 3 യാസീൻ നമ്മൾ ഓതാൻ മറന്നു പോകാൻ പാടില്ല. എന്തിനാണ്? ഒന്ന്, നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ദീർഘായുസ്സിനും വേണ്ടിയിട്ട് ഒരു യാസീൻ നമ്മൾ ഓതുക. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ, മഗ്‌രിബ് ഇശാവിൻ്റെ ഇടയിൽ, ചിലരൊക്കെ അസ്റിന് മുമ്പ് മഗ്‌രിബിന് മുമ്പ് ഓതാറുണ്ട്. ഓതിയത് കൊണ്ട് കുഴപ്പമില്ല, അവർ ഒന്നുകൂടി മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം ഓതുന്നതാണ് ഉത്തമം, നല്ലത്. അപ്പോൾ ഒന്നാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത് നമ്മുടെ ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടി, ദീർഘായുസ് കിട്ടാൻ. നമുക്കവിടെ ആയുസ് ഒരുപാട് കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ആഫിയത്ത് വേണം. അപ്പോൾ ദീർഘായുസും ആഫിയത്തും കിട്ടാൻ വേണ്ടി നമുക്കും നമ്മുടെ കുടുംബത്തിനും ദീർഘായുസും ആഫിയത്തും കിട്ടുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഒരു യാസീൻ മഗ്‌രിബ് ഇശാഇന്റെ ഇടയിൽ ഓതുക. രണ്ടാമത്തത് ഭക്ഷണ പാനീയത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി ഓതുക എന്നുള്ളതാണ്. ഭക്ഷണ പാനീയം നമുക്കറിയാം, നമുക്കൊക്കെ ദുആ ചെയ്യും, അല്ലാഹുവേ റിസ്ക് വിശാലമാക്കി തരണേ, റിസ്ക് വിശാലമാക്കി തരണേ നമ്മൾ ദുആ ചെയ്യും. പക്ഷേ ആ ഒരു കാര്യം ഇന്ന് ബറാഅത്തിന്റെ ദിവസത്തിലാണ് നമ്മൾ റബ്ബിലേക്ക് ചോദിക്കാനുള്ളത്. ഏതായിരുന്നാലും രണ്ടാമതൊരു യാസീൻ നമ്മൾ നിയ്യത്താക്കേണ്ടത് റിസ്ക്, ഭക്ഷണപാനീയം അല്ലാഹുവേ നീ വിശാലമാക്കി തരിക. ദാരിദ്ര്യം, മറ്റു ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ റബ്ബ് വിചാരിച്ചു കഴിഞ്ഞാൽ ഉള്ളത് തന്നെ ബർക്കത്തില്ലാതായി പോവുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാവും. കോടി ഉണ്ടായിട്ട് കാര്യമില്ല, ഭക്ഷണം ധാരാളം ഉണ്ടായിട്ട് കാര്യമില്ല, അത് കഴിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നമുക്ക് ഉണ്ടാവാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഏതോ ആകട്ടെ, മൂന്നാമത്തത് യാസീൻ ഓതേണ്ടത് ഹുസ്നുൽ ഖാത്തിം. ഹുസ്നുൽ ഖാത്തിം നമ്മുടെ അവസാനം നന്നാവുക എന്നുള്ളതാണ്. നമ്മളൊക്കെ പറയും ഈമാൻ സലാമത്താകാൻ എന്ന് ദുആ ചെയ്യണം ഉസ്താദേ എന്നൊക്കെ നമ്മൾ വസിയത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മരണം നന്നായി കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരു യാസീൻ കൂടി എന്ത് ചെയ്യുക? നമ്മൾ ഓതുക എന്നുള്ളതാണ്. മരണസമയം എത്ര തന്നെ ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. ചില മനുഷ്യന്മാരുടെ അന്ത്യസമയം വളരെ മോശമായി. അപ്പം സൂഖുൽ ഖാത്തിം, അവൻ്റെ ഹുസ്നുൽ ഖാത്തിം, അവൻ്റെ മരണം നന്നാവുക എന്നുള്ളത് ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. മനസ്സിലായില്ലേ? അപ്പം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഈമാൻ സലാമത്താക്കി നമുക്ക് മൗത്താവണം. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു യാസീനും കൂടി എന്ത് ചെയ്യുക? ഓതുക. ഒരു യാസീനും കൂടി ഓതുക. പിന്നെ 3 യാസീനും ഓതിക്കഴിഞ്ഞാൽ പിന്നെ സുന്നത്തായ ഒരു സൂറത്തുണ്ട്, സൂറത്തു ദുഹാൻ ഓതുക എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം എന്ത് ചെയ്യുക? സൂറത്തു ദുഹാൻ ഓതുക. അതും ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണ് നമുക്ക് ഓതേണ്ടത്. അതുപോലെ തന്നെയാണ് നമുക്ക്
സുന്നത്തായ ഒരു കാര്യമാണ് നോമ്പ്. അതിപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല. ഏതായിരുന്നാലും 3 നോമ്പ് നോക്കുന്നവരുണ്ടാകും, ബറാഅത്തിൻ്റെ അന്ന് 15-ൻ്റെ അന്ന് നോമ്പ് നോക്കുന്നവരുണ്ടാവും. സുന്നത്തായ നോമ്പ് പിടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫർദിനെ കൂടെ കരുതുകയും സുന്നത്തിനെ കൂടി കരുതുകയും ചെയ്യുക. അല്ലാഹു നമ്മളൊന്ന് ഖബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.